ജനാധിപത്യ വിരുദ്ധതയുടെയും നീതി നിഷേധങ്ങളുടെയും ഏകാധിപത്യത്തിന്റെയും വിളനിലമായി ഇന്ത്യ എന്ന രാജ്യത്തെ മാറ്റിത്തീർത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 50 വർഷം പൂർത്തിയാകുന്നു. വർത്തമാനകാലത്തും അടിയന്തരാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓർമ്മകളായും അന്നത്തെ സ്വേച്ഛാധികാരത്തിന്റെ ആവർത്തിക്കുന്ന അനുഭവങ്ങളായും അരനൂറ്റാണ്ടിനു ശേഷവും അടിയന്തരാവസ്ഥ കെടാത്ത ആശങ്കകളായി നിലനിൽക്കുന്നു. ആ പ്രതികരണങ്ങളിലൂടെ ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നേക്ക് 1/2 നൂറ്റാണ്ട് തികയാണ്. അന്ന് ഫഖറുദ്ദീൻ അലി അഹമ്മദ് ബാത്തബിൽ നിന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്ന ചിത്രമൊക്കെ ഒരു കണ്ടു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ സാഹചര്യം ഇന്ന് ഇല്ലെങ്കിൽ പോലും അടിയന്തരാവസ്ഥ എങ്ങനെയാണോ അന്ന് നടന്നിരുന്നത് അതേപോലെ ഒരു കാലഘട്ടം നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഇത് പ്രഖ്യാപിച്ചിട്ട് പത്രത്തിൽ ഇന്ദിരാഗാന്ധിൻ്റെ കാർട്ടൂൺ വരുന്നു, ഭീകരമായ രീതിയിലുള്ള കാർട്ടൂൺ വന്നു. ഇതൊക്കെ വായിക്കാമെന്നല്ലാതെ രാജ്യത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് മലയാള പത്രങ്ങളൊന്നും വന്നിട്ടില്ല. ചില അത്ര സെൻസർഷിപ്പുള്ള സമയമാണ്. എൻ്റെ പെങ്ങളെ ഭർത്താവ് 10-20 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരു കാരണമില്ലാതെ. അതന്ന് കേരളം ഭരിക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കരുണാകരനാണെന്നുണ്ട്. കരുണാകരനാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരു കാരണമില്ലാതെ ഈ രാഷ്ട്രീയ പകപോക്കൽ ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ ജയിലടക്കാനും ജയിലിൽ കൊണ്ടിട്ട് ബുദ്ധിമുട്ടിക്കാനൊക്കെ ഇവിടെ ഇട വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ പൊതുവെ കേരളത്തിലെ അവസ്ഥ അറിഞ്ഞിട്ടില്ല. അറിയാനുള്ള അവസരം അന്നത്തെ ഭരണകൂടം കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് കരുണാകരൻ്റെ നേതൃത്വത്തിലാണ്. മുഖ്യമന്ത്രി സി അച്യുതാനന്ദനാണെങ്കിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് കരുണാകരൻ്റെ നിയന്ത്രണത്തിലാണ് ഭരണം നടന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPM നിലം തൊടാൻ കഴിഞ്ഞില്ല. ഒരു തരത്തിലും അതിനെക്കുറിച്ച് അവർ പറയാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങളിലാണ് ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങൾ കൃത്യമായിട്ട് നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദേശാഭിമാനി അവരുടെ മുന്നിൽ തന്നെ ഫ്രണ്ട് ലൈനിൽ കൊടുത്തിട്ടുള്ളൊരു ന്യൂസ് തന്നെ അർദ്ധ ഫാസിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളാണ് ഇത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പത്രങ്ങളെ കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻക്കൊക്കെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻക്കൊക്കെ അന്ന് നല്ലോണം കിട്ടിയിന് സമരമുഖത്തുനിന്ന്. ഇതൊന്നും സാധാരണ ജനം അറിയുന്നില്ല. അത് ആ കണ്ണൂരിൽ വരുന്ന സംഭവം കൂട്ടൊന്നും കോഴിക്കോട്ടേക്കോ തൊട്ടടുത്ത ജില്ലയിലേക്കോ ഒന്നും വരുന്നില്ല. അയാളെ ജയിലിൽ കൊണ്ടുപോയിട്ട് ലോക്കമെന്റ് മരണ തല്ലി അവസാനമായിട്ട് ജയിലിൽ നിന്ന് ജീവിച്ച് അന്ന് MLA ആണ് അയാൾ. ഇങ്ങനെ സംഭവിക്കുന്നതൊന്നും തന്നെ നാട്ടുകാരറിയില്ല. ഞാൻ മാത്രമല്ല, നാട്ടുകാരൊന്നും അറിയില്ല. ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഭരണകൂടത്തിൽ നേട്ടം ഉണ്ടായത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസ്സുകാർ അന്നൊരു വിളയാട്ടം നടത്തിക്കുന്നത് സംശയമില്ല. ആ കാര്യത്തിൽ ഒരു പക പൊക്കാൻ വേണ്ടി എല്ലാവരും വരെ കേസ് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ട് അതിൽപ്പെട്ടാണ് എൻ്റെ മകളെ അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ സുഖമില്ലാതെ കൈപ്പോയി. കാരണം ആസ്തമ വന്ന് ചികിത്സിക്കുന്ന ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ വന്നുകൊണ്ട് ഒരു 79 മരിക്കുകയും ചെയ്തു ആൾ. അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാട് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു കുണു എന്താ അതിൽ എന്താ ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ നിയമം കാര്യമൊക്കെ ഉണ്ടല്ലോ. അതാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മരിക്കാതിരിക്കും ദിവസം സമയത്തിന് എത്തുക, അതൊക്കെ പണ്ട് നടക്കാൻ കഴിയില്ല. അതിൻ്റെ അടിയന്തരാവസ്ഥ ഉണ്ടല്ലോ. ഇതൊരു പകവക്കലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിൻ്റെ ഭവിഷ്യത്ത് പിന്നെ കോൺഗ്രസ് അനുഭവിച്ചു. 70കളിലെല്ലാം നമുക്ക് പല രീതിയിലുള്ള ഓരോ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉൾപ്പെടെ അടിച്ചമർത്തുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഭേദഗതിയെല്ലാം ചെയ്തിട്ടാണ് ജനങ്ങൾക്ക് അവരുടെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യമായാലും മാധ്യമ സ്വാതന്ത്ര്യമായാലും എല്ലാം കൂച്ചിലം കിടന്ന വലിയൊരു അർദ്ധ ഫാസിസ്റ്റ് നയത്തിൽ നിന്ന് പൂർണ്ണ ഫാസിസ്റ്റിലേക്ക് പോകുന്ന നയത്തേക്ക് നമ്മളെ മോദി സർക്കാർ മാറിയിട്ടുണ്ട്.
ഒരുപാട് സിനിമകൾ എമ്പുരാൻ തൊട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മുതൽ സിനിമകളിലെ സെൻസർഷിപ്പ് വിവാദങ്ങൾ തൊട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. പത്ര സ്വാതന്ത്ര്യമായിക്കോട്ടെ, ദേശാഭിമാനി പോലുള്ള ഒരുപാട് പത്രങ്ങൾക്ക് മുട്ടിലിഴയാൻ പറഞ്ഞപ്പോൾ കുനിഞ്ഞു നിൽക്കുന്ന പത്രങ്ങൾ നമ്മൾ അടിയന്തരാവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും മോശമായ രീതിയിൽ ഇന്ന് മലയാള മനോരമ അടക്കം ഒരുപാട് പത്രങ്ങൾ നമുക്ക് മുന്നോട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പത്രം തന്നെ പത്രം ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല. പത്രമൊക്കെ ഓരോ കുത്തക പത്രങ്ങളാണ്. കുത്തക മുതലാളിമാർ നടത്തുന്ന പത്രങ്ങൾ, രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പത്രം ഇപ്പോൾ ദേശാഭിമാനി വെച്ച് വെറും രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പത്രങ്ങളൊന്നും അധികമില്ല. മാതൃഭൂമിയാവട്ടെ, മനോരമ ആവട്ടെ, ഏത് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് അതിൻ്റെ കൂടി നിന്ന് കൊടുക്കുക. ഇത് പത്രങ്ങൾ അതിൻ്റെ പത്രങ്ങളൊന്നും ഇല്ല, പറയുന്നില്ലല്ലോ എന്ത് സംഭവം ഉണ്ടെങ്കിലും. ഇപ്പോൾ സംഭവം പറയുന്നില്ല. ഇപ്പോൾ ഗവർണർ ചെയ്തിട്ട് പിന്നെ അടുത്ത പരിപാടിയെ പറ്റി ഒരു പത്രത്തിൽ അങ്ങനെ ഒരു യാതൊരു കാര്യം ഒരു തെറ്റായ പ്രസംഗമൊന്നും എഴുതുന്നില്ല. ഇന്നത്തെ പത്രങ്ങൾ പൂർണ്ണമായിട്ടും ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ള പത്രങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ വലിയ രീതിയിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഭരണകൂടത്തിൻ്റെ തെറ്റായ ആശയങ്ങളെ പലപ്പോഴും തുറന്നു കാട്ടാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പല പത്രങ്ങളും അതിൽ വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് തന്നെ പല മാധ്യമങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ മലയാള മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ അവരെത്രത്തോളം ഈ നാട്ടിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ വർഗീയ കലാപങ്ങളെയും അവർ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്ത് പോകേണ്ട കാര്യമാണ്. പല മാധ്യമങ്ങളും അക്കാര്യത്തിൽ പിറകോട്ട് പോകുന്നത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചധികം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവർ തുറന്നു കാട്ടാതിരിക്കുന്ന സമയത്ത് ജനങ്ങളിലേക്ക് ഇതെത്താത്തൊരു സ്ഥിതി ഉണ്ടാവുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ പല കഷ്ടതകളും അനുഭവിക്കേണ്ടെന്ന് ജനതയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. കുറേ അധികം വേദനകൾ സഹിച്ച മനുഷ്യർ ആ കാലത്തുണ്ടായിരുന്നു. പത്രമാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. കുറേ പത്രമാധ്യമങ്ങൾക്ക് ചൂഷണങ്ങൾക്കെതിരെ നല്ല മാധ്യമങ്ങൾ പോലെ അന്ന് നശിച്ചു പോയിട്ടുണ്ട്. ക്യാമ്പസുകൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികളുണ്ടായ തലമുറ മാറ്റം, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചതോടുകൂടി വലിയൊരു തലമുറ മാറ്റത്തിലേക്ക് വന്ന ശേഷം രാഷ്ട്രീയ ബോധം കുട്ടികൾക്ക് വളരെ കുറവാണ്. അതേപോലെ തന്നെ ചരിത്രബോധവും കുട്ടികൾക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ കോൺടെക്സ്റ്റ് നമ്മൾ ഇങ്ങനെയായി എന്നുള്ളൊരു അറിവില്ലാത്ത പ്രശ്നമാണ് കുട്ടികൾക്കുള്ളത്. പക്ഷെ എന്നിരുന്ന പോലും SFI അടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയവൽക്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ അടിയന്തരാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുമ്പം നമ്മൾ വെറും പുസ്തകത്താളുകളിൽ മാത്രമുള്ള ഒരു അടിയന്തരാവസ്ഥ മാത്രമായിട്ട് അത് തീരുകയാണ്. പുതിയ സിലബസ് ഉൾപ്പെടെ അത് പഠിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഒരു പാഠപുസ്തകത്തിലെ മാത്രമായി തീരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മൊത്തം കൂടുതൽ കുറച്ചും കൂടി കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള വശത്തിൽ കുട്ടികൾ പോകാൻ തന്നെ അനുവദിക്കുന്നില്ല. അധ്യാപകരും അതിലൊരു പരിധി പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഇന്ദിരാഗാന്ധിൻ്റെ ആ ഫാസിസ്റ്റ് നടപടി വളരെ തെറ്റായ രീതിയിൽ നമ്മളെ രാജ്യത്ത് ബാധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാനൊക്കെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ച ആളാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ജയിലിലൊന്നും പോയിട്ടില്ല, എങ്കിലും അതിൻ്റെ പാർട്ടീൻ്റെ പ്രവർത്തനത്തിൽ നടത്തിയ കുട്ടികളൊക്കെ പോയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാരനെ കൊണ്ടുപോയി ഇങ്ങനെ വലിയൊരു മർദ്ദനത്തെ വിധേയനാക്കി ഇങ്ങനൊരു ഭരണം, ഫാസിസ്റ്റ് ഭരണം തന്നെ പറയാം, അതുണ്ടാക്കി. ആ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ന് നരേന്ദ്രമോദി എങ്ങനെയാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥ പോലെ ഇതാണ് കാരണമെന്നോ അന്ന് സ്റ്റേറ്റിൻ്റെ തലവനായിട്ടുള്ള രാഷ്ട്രപതി പോലും പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിൻ്റെ മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിക്കും RK ധവാനൊക്കെ വഴങ്ങി കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയത് ഇന്നും അതേപോലെ ആവർത്തിക്കുന്നുണ്ട്. അജിത് ഡോവൽ അടക്കം, ജയശങ്കർ അടക്കമുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലാം നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അതും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ചരിത്രബോധം പോലും പരീക്ഷയ്ക്ക് എഴുതാണെങ്കിൽ പോലും കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നുള്ളതാണ് സത്യം. കാരണം ഇത് വെറും മാർക്കിന് മാത്രമായി കുട്ടികൾ പഠിച്ചു പോവുക. അത് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അതേ സാഹചര്യം നമുക്ക് ഇപ്പോഴും ഉള്ളത്, അതെന്താ ഇപ്പോഴും അങ്ങനെ നമുക്ക് അന്നത്തെ പോലത്തെ അടിയന്തരക്ക് പോകാണ്ട് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് കുട്ടികൾ ആലോചിക്കുന്നേ ഇല്ല.